ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മുളക് ചമ്മന്തിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചുവന്നുള്ളി 1 കപ്പ്, വറ്റൽ മുളക് 7 എണ്ണം. ഇത് എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 7 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പുളി 1 നെല്ലിക്ക വലിപ്പത്തിൽ. തേങ്ങ ചിരകിയത് 3 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. കറിവേപ്പില 3-4 ഇതൾ. ഒരു കടായി വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളകിടാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇടാം. ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ചെറുതായി വാടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേപ്പില ഇടാം. ഉള്ളിയും വേപ്പിലയും വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ആറാൻ വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇനി നമുക്ക് ഉള്ളിയും വേപ്പിലയും പുളിയും ഇടാം. അപ്പോൾ നന്നായി ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമുക്കിത് മിക്സിയിൽ മെല്ലെ ഒന്ന് ഒറ്റ കറക്കിയെടുക്കാം. ഒറ്റ പ്രാവശ്യം. ഇത് ഞാൻ അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇടാം. അധികം സ്പീഡിലാക്കാതെ ഒരൊറ്റ പ്രാവശ്യം നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഇതിലേക്ക് തേങ്ങ ഇടാം. ഇനി ഒരൊറ്റ പ്രാവശ്യം നമുക്ക് കറക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി റെഡിയായി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളോട് പറയാം. സൂപ്പർ! നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.